ഷിരൂരിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തുടരുകയാണ്. ലോഹ സാന്നിധ്യം കണ്ടെത്തിയ CP4 കേന്ദ്രീകരിച്ചാകും ഇന്നത്തെ തെരച്ചിൽ. ഷിരൂരിൽ ഇന്ന് റെഡ് അലർട്ട് നിലനിൽക്കുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. സിജു കണ്ണലിലേക്ക് ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക് പോവുകയാണ്. സിജു, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ഈ മൂന്നാം ഘട്ടത്തിൻ്റെ 4-ാം ദിവസത്തിൽ ചില പ്രതിസന്ധികളുണ്ട് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് എന്നതാണ് വിവരങ്ങളായി എത്തുന്നത്. അജിംഷാദ്, രാവിലെ മുതൽ ഇവിടെ മഴയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അല്പം മഴ മാറി നിൽക്കുന്നുണ്ട്. നിലവിൽ പ്രദേശത്ത് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എങ്കിലും മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കം തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ മണ്ണ് നീക്കം നടക്കുന്നത് CP3 എന്നടയാളപ്പെടുത്തിയ സ്ഥലത്താണ്. നേരത്തെ റിട്ടയർഡ് ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിക്കൊണ്ട് ബോർഡ് ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തി CP3 കോണ്ടാക്ട് പോയിന്റ് 3 എന്നടയാളപ്പെടുത്തിയ സ്ഥലത്ത് മണ്ണ് നീക്കിക്കൊണ്ട് പരിശോധന നടക്കുകയാണ്. അതിന് തൊട്ട് മുകളിലായാണ് CP4 എന്ന പോയിന്റ്. പ്രധാനമായും CP4 CP3 അവിടെ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുമെന്ന് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഈ കോണ്ടാക്ട് പോയിന്റിൽ കൂടുതൽ ലോഹ സാന്നിധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് ആ ഭാഗത്ത് പരിശോധന നടത്താനാണ് തീരുമാനം. ഏതായാലും കാലാവസ്ഥ നിലവിൽ അനുകൂലമാണ്. 70 ദിവസം എത്തുകയാണ്. അർജുൻ ഉൾപ്പെടുന്ന ലോറി ഈ മണ്ണിടിച്ചിലിൽ കാണാതായിട്ട് ഇന്നത്തേക്ക് 70-ാം ദിവസമാണ്. പക്ഷേ അർജുൻ്റെ ട്രക്കിനെ കുറിച്ചോ ഉള്ള വിവരങ്ങൾ കാര്യമായി ഇവിടെ നിന്ന് ലഭിക്കുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ ഈ അപകടത്തിൽ തകർന്ന ടാങ്കർ ലോറിയുടെ പ്രധാന ഭാഗങ്ങളെല്ലാം തന്നെ കണ്ടെത്തിയിരുന്നു. ക്യാബിൻ ഭാഗം, അതിൻ്റെ മുൻഭാഗത്തെ ടയർ മിനിഞ്ഞാന്ന് കണ്ടെടുത്തു. അതിൻ്റെ പിൻഭാഗത്തെ 4 ടയർ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ കണ്ടെടുത്തു. അതോടൊപ്പം അതിൻ്റെ തകർന്ന പല ഭാഗങ്ങളും ലോഹഭാഗങ്ങളും എല്ലാം തന്നെ ഈ പ്രധാന ഭാഗത്ത് നിന്ന്, ഈ കരയോട് ചേർന്ന ഭാഗത്ത് നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അർജുൻ്റെ ട്രക്കിനെ കുറിച്ച് മാത്രം കാര്യമായ വിവരം ലഭിച്ചില്ല. കയർ ലഭിച്ചു. അതോടൊപ്പം തന്നെ ചെറിയൊരു ലോഹഭാഗം, വാട്ടർ ടാങ്ക്, കുടിവെള്ളം ശേഖരിച്ചു വെക്കുന്നതിന് വേണ്ടി സൂക്ഷിക്കുന്നതിന് ഉപയോഗിച്ചൊരു ഭാഗം കണ്ടെടുത്തു എന്നല്ലാതെ കൃത്യമായും അർജുൻ സഞ്ചരിച്ചിരുന്ന ട്രക്കിൻ്റെ, ഭാരത് ബെൻസിൻ്റെ എന്തെങ്കിലും തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. 70-ാം ദിവസവും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. തെരച്ചിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ CP3 എന്ന പോയിന്റിൽ പരിശോധന നടത്തുന്നു. അവിടെ നിന്ന് CP4ലേക്ക് പരിശോധന നീട്ടുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും താഴെ നിന്ന് ഈ പുഴയുടെ മധ്യഭാഗത്ത് മൺതിട്ട രൂപപ്പെട്ടതിൻ്റെ തൊട്ട് താഴെ ഭാഗത്തായി പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. CP3 അതിന് തൊട്ട് താഴെയാണ്. ഈ മൺതിട്ടയോട് ചേർന്നാണ് CP4 എന്ന പോയിന്റ്. അവിടെ പരിശോധന നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും മഴ ഇപ്പോൾ മാറി നിന്നതുകൊണ്ട് തിരച്ചിലിന് തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നു. എങ്കിലും കാലാവസ്ഥ പ്രതികൂലമായാലും തിരച്ചിൽ നടത്തുമെന്ന ഒരു അറിയിപ്പാണ് കഴിഞ്ഞ ദിവസം അധികൃതർ നൽകിയത്. അജിംഷാദ്. ശരി, സിജു കണ്ണനാണ് ഷിരൂരിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. കാലാവസ്ഥ തിരിച്ചടി രാവിലെ രൂപപ്പെട്ടിരുന്നെങ്കിലും ഇപ്പോൾ മഴ ശമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തെരച്ചിലുള്ള സാധ്യതകൾ തേടുകയാണ്. ഇതിൻ്റെ വിവരങ്ങളാണ് സിജു കണ്ണൻ നൽകിയത്.